സ്റ്റാർട്ടിങ്ങിൽ ദ വെരി ഫസ്റ്റ് മന്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന ഇൻ ഹാൻഡ് സാലറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇതിന് എത്രത്തോളം സാലറി കിട്ടും, ഇതിൽ എന്തെല്ലാം പ്രൊമോഷൻ സാധ്യതകൾ വരുന്നുണ്ട്. ഈ റണ്ണിങ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ വൈസ് ആയിരിക്കും നിങ്ങൾക്ക് ചാർജ് കിട്ടുക. അതായത് ശരിക്കും ഈ ഒരു സാലറി അല്ല കേട്ടോ നിങ്ങളുടെ ഇൻ ഹാൻഡ് വരാൻ പോകുന്നത്. അതായത് ഈ സാലറിയോടൊപ്പം തന്നെ ഇതിൽ HRA മറ്റ് അലവൻസുകൾ. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു RRB ALP എക്സാം വരുന്നതിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവും. വരുന്നതിനെ കുറിച്ച് അറിയാമെന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട് അല്ലേ. എന്താണ് RRB ALP എക്സാമിൻ്റെ എന്താണ് മിനിമം പ്രിസ്ക്രൈബ്ഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടൊരു നോട്ടിഫിക്കേഷനൊക്കെ റെയിൽവേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എനിവേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ALP പോസ്റ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിൻ്റെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിന് എത്രത്തോളം സാലറി കിട്ടും, ഇതിലെന്തെല്ലാം പ്രൊമോഷൻ സാധ്യതകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇതിൽ എന്തെല്ലാം അലവൻസുകൾ, അതായത് സാലറി അപ്പാർട്ട് ഫ്രം സാലറി എന്തെല്ലാം അലവൻസുകൾ നിങ്ങൾക്ക് ലഭിക്കും തുടങ്ങിയ ഒരു എന്താ പറയുക ഈ ജോബിനെ ഒന്ന് എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മളൊന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും RRB അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോബ് നൽകുന്ന ടെക്നിക്കൽ എക്സാമുകളിൽ ഒന്ന് തന്നെയാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തുന്ന അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം. ഇതിൻ്റെ സാലറി ഗ്രേഡ് പേയും അതേപോലെ തന്നെ പേ സ്കെയിലൊക്കെ കാണുന്ന സമയത്ത് വളരെ ചെറിയൊരു സാലറി ആയിട്ടാണ് അല്ലേ. എന്താ ഇവിടെ പേ സ്കെയിൽ വന്നിട്ടുള്ളത് 19,900 ആണ്, ഗ്രേഡ് പേ വന്നിട്ടുള്ളത് 1,900 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വളരെ ചെറിയൊരു സാലറി ആയിരിക്കും നമുക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് വരിക എന്നുള്ളത് അല്ലേ. ശരിക്കും ഈ ഒരു സാലറി അല്ല കേട്ടോ നിങ്ങളുടെ ഇൻ ഹാൻഡ് വരാൻ പോകുന്നത്. അതായത് ഈ സാലറിയോടൊപ്പം തന്നെ ഇതിൽ HRA മറ്റ് അലവൻസുകൾ, എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റാണ് റണ്ണിങ് അലവൻസ് എന്ന് പറയുന്നത്. ഈ റണ്ണിങ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലോമീറ്റർ വൈസ് ആയിരിക്കും നിങ്ങൾക്ക് ചാർജ് കിട്ടുക. അതായത് 1 കിലോമീറ്റർ നിങ്ങൾ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1 കിലോമീറ്റർ നിങ്ങൾ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്കോ പൈലറ്റിന് ഒരു ചാർജ് ആയിരിക്കും, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് വേറൊരു ചാർജ് ആയിരിക്കും. ആ രീതിയിൽ നിങ്ങൾക്ക് അലവൻസുകൾ ലഭിക്കും. അങ്ങനെ അലവൻസുകൾ ചേർക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ദ വെരി ഫസ്റ്റ് മന്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന ഇൻ ഹാൻഡ് സാലറി എന്ന് പറയുന്നത് 50,000 എങ്കിലും നിങ്ങൾക്ക് മിനിമം നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഈ 50K എന്ന് പറയുന്നത് മിനിമത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് 60, 70 ഒക്കെ വരുന്ന കേസുകൾ വരാറുണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കേട്ടോ. അത് ഓരോ എന്താ പറയുക നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് മാത്രം. എന്നിരുന്നാലും നിങ്ങൾക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിൽ അല്ലെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സാലറി 50,000 ആണ്. ഇറ്റ്സ് എ ബിഗ് എമൗണ്ട് ആണ് അല്ലേ. ഒരു ബിഗിനേഴ്സിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു സാലറി തന്നെയാണല്ലേ ഈ 50K എന്ന് പറയുന്നത്. സോ അതൊരു സാലറി വൈസ് നോക്കുകയാണെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട. ഒരു പക്ഷേ RRB JEയേക്കാൾ സാലറി നിങ്ങൾക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് ലഭിക്കും. മാത്രമല്ല JEൻ്റെ സാലറിൻ്റെ ഗ്രോത്തിനെക്കാട്ടിൽ കൂടുതലായിരിക്കും ALPൻ്റെ സാലറിൻ്റെ ഗ്രോത്ത്. കാരണം റണ്ണിങ് അലവൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ കൂടുതൽ ഓപ്പർച്യൂണിറ്റിയാണ് ആർക്ക് വരുന്നത്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് വരുന്നത്. സോ സാലറി എന്ന് പറയുന്ന ഒന്നാമത്തെ കൺസ്ട്രെയിൻ നോക്കുക എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് മാറുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇതിൽ എന്തെല്ലാം പ്രൊമോഷൻ സാധ്യതകൾ വരുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ടാണ്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ്. അതിനുശേഷം ലോക്കോ പൈലറ്റ് ഷണ്ടർ. അത് കുറച്ചുകൂടി എന്താ പറയുക, അത് ഒരു സ്റ്റേഷനിലായിരിക്കും ഉണ്ടാവുക മിക്കവാറും, അതിൻ്റെ മൂവ്മെൻറ്റ് കുറവായിരിക്കും. അതേപോലെ ലോക്കോ പൈലറ്റ് ഗുഡ്സ്, ലോക്കോ പൈലറ്റ് മെയിൽ. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഒരു പ്രൊമോഷൻ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ എക്സാംസ് ഒക്കെ എഴുതിയിട്ട് ലോക്കോ ഇൻസ്പെക്ടർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. ലോക്കോ ഇൻസ്പെക്ടർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് നല്ല പ്രൊമോഷൻ സാധ്യതയുള്ള പോസ്റ്റ് തന്നെയാണ്. ഓരോ പ്രൊമോഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ സാലറിയിൽ നല്ല ഹൈക്ക് വരുന്നുണ്ടാവും. കാരണം ലോക്കോ പൈലറ്റ് ആകുന്ന സമയത്ത് നമ്മൾ ഈ കിലോമീറ്റർ റണ്ണിങ് അലവൻസിലൊക്കെ ഉള്ള ചേഞ്ച് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ എബോവ് 1 lakh സാലറി കൺഫേം ആണ് കേട്ടോ. ലോക്കോ പൈലറ്റിനൊക്കെ എന്തായാലും സാലറി വരാൻ പോകുന്നത് എബോവ് 1 lakh ആയിരിക്കും. സോ ഒരു ബിഗർ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുക, നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. അപ്പോൾ ഈ ഒരു പ്രൊമോഷൻ സാധ്യത നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. റൈറ്റ്. പിന്നെ സാലറി മാത്രമാണോ റെയിൽവേ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയി കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന് കിട്ടുന്ന അലവൻസുകളാണ്. HRA ഹൗസ് റെന്റ് അലവൻസ്, അത് തീർച്ചയായിട്ടും എല്ലാ സർവീസിലും അതുണ്ട് അല്ലേ. സോ HRA എന്ന് പറയുമ്പോൾ ഓരോ സിറ്റിയിൽ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് സിറ്റിയിൽ എക്സ് കാറ്റഗറിയിൽ, വൈ കാറ്റഗറിയിൽ, സെഡ് കാറ്റഗറിയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ സിറ്റിയിൽ ഡിഫറെൻ്റ് ആയിരിക്കും. സോ HRA നിങ്ങൾക്ക് ആഡ് ആവും. അതേപോലെ ഡിയർനെസ് അലവൻസ് DA ഉണ്ടാവും. അതേപോലെ ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ടാവും. ദെൻ
റെയിൽവേയിൽ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഹോം ആൻഡ് സിറ്റി ട്രാവൽ അലവൻസ് ഉണ്ടാവും. റണ്ണിങ് അലവൻസ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, റണ്ണിങ് അലവൻസിൻ്റെ കാര്യം ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റി, നന്നാലോചിച്ച് നോക്കി, നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്കും ഫ്രീ മെഡിക്കൽ സർവീസ് റെയിൽവേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അറ്റ് റെയിൽവേ ഹോസ്പിറ്റൽസ്. പിന്നെ നോക്കുകയാണെങ്കിൽ റെയിൽവേ ടിക്കറ്റ് ഫോർ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങൾക്ക് ഒരുപാട് ലോങ് ആയിട്ടുള്ള യാത്രകളൊക്കെ ചെയ്യാൻ, ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കിതൊരു നല്ല സാധ്യതയാണ്. അതേപോലെ ഗ്രാറ്റുവിറ്റി, അതേപോലെ ലീവ് എൻടൈറ്റിൽമെൻറ്റ്, ദെൻ ഇതൊക്കെ റെയിൽവേയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് അലവൻസുകളും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ബെനിഫിറ്റ്സുകളുമാണ്. പിന്നെ വേറെയും കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ, ഞാൻ എല്ലാം ഒന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങളെ ചൈൽഡിൻ്റെ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഇയർലി നിങ്ങൾക്കൊരു എന്ത് കിട്ടും, ഒരു ഗ്രാൻഡ് കിട്ടുന്നുണ്ടാവും. അതേപോലെ കേന്ദ്ര വിദ്യാലയത്തിലൊക്കെ പഠിക്കാനുള്ള, നിങ്ങളുടെ ചൈൽഡിന് കേന്ദ്ര വിദ്യാലയം പഠിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. സോ ഈ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത് ഒരു മികച്ച പ്രൊഫൈൽ തന്നെയാണ്. നിങ്ങൾക്ക് നല്ല പ്രൊമോഷൻ സാധ്യതയുള്ള, അതേപോലെ നല്ല സാലറിയുള്ള ഒരു മികച്ച പോസ്റ്റായിട്ട് മാറുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പരിഗണിക്കേണ്ട, ഒന്നാമത്തെ പരിഗണന കൊടുക്കേണ്ട ഒരു മികച്ച പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 100% വിജയിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷനിൽ കൂടി മാത്രം നിങ്ങളിപ്പോൾ വളരെ വേക്കൻസി കുറഞ്ഞൊരു കോമ്പറ്റീഷനിൽ പോയി പങ്കെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. ഇവിടെ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ട് ജോബ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു പോസ്റ്റാണ് ഈ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ്. ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. നിങ്ങൾക്കൊരു 6 മാസത്തോളം ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും. 3 മുതൽ 6 മാസം വരെയാണ് ട്രെയിനിങ് പീരീഡ്. ആ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾക്ക് സ്റ്റൈഫൻഡ് മാത്രമേ കിട്ടൂ. അപ്പോൾ സമയത്ത് വലിയ സാലറി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ആ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റായിട്ട് ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങളുടെ സാലറി ഇങ്ങനെ പതുക്കെ കയറി നല്ലൊരു സാലറിയിലേക്ക് എത്തും. ഞാൻ പറഞ്ഞു ലോക്കോ പൈലറ്റൊക്കെ ആയാൽ ഇപ്പോൾ 1 lakh തന്നെയായിരിക്കും നമ്മുടെ സാലറി വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. സോ ഈ ഒരു സാധ്യത എല്ലാവരും എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ഈ ജോബ് എന്ന് പറയുന്നത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സിൻസിയറായിട്ട് ട്രൈ ചെയ്യുക. And wish you all the best.